നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്: വിജ്ഞാന ഭാഷയെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിജ്ഞാനധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുന്നത്. വിവിധ സാങ്കേതികമായ മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോഴാണ് ഭാഷ വളരുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലാണ് വളരെ വേഗത്തിലും ആഴത്തിലുമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ വിജ്ഞാന ശാഖകൾ ദിനം പ്രതി എന്നോണം ഇവിടെ രൂപം കൊള്ളുകയാണ്. ഇവ കൈകാര്യം ചെയ്യുന്നതിനും നാം ദൈനംദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആശയവിനിമയത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ഭാഷ ഉണ്ടായാൽ മതിയാവുകയില്ല. വിനിമയം ചെയ്യുന്ന മേഖലയുടെ പ്രത്യേകതയ്ക്കനുസരിച്ചും സങ്കീർണതയ്ക്കനുസരിച്ചും ഭാഷയിലെ ശൈലിയും പദസമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ശാസ്ത്ര സാങ്കേതിക പദാവലികളുടെ നിർമ്മാണം, ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അധികരിച്ചുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്. അടുത്ത ചോദ്യം: ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നതിന്റെ യുക്തി എന്താണ്? ലേഖനത്തിലെ ആശയങ്ങൾ മുൻനിർത്തി ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവന്ന പുരോഗതിയിൽ വികസിക്കപ്പെടുന്നതും സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത്. അത് വൈവിധ്യം കൊണ്ടും ശേഷി കൊണ്ടും വളർന്നു കൊണ്ട് വരേണ്ടതാണ്. അറിവ് സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല ഒരു വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത്, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവിനെ കൃത്യമായി വിതരണം ചെയ്യുകയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏറ്റവും പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിലനിന്നു വരുന്ന തനതായ അറിവുകളും സമന്വയിപ്പിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ജനങ്ങൾക്കും അത് എത്തിക്കാൻ കഴിയണം. നാടിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി അതിന്റെ തുല്യമായ വിതരണത്തിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും. വളരെ കുറച്ചു പേർക്ക് മാത്രം അറിവ് ലഭിക്കുകയും മറ്റുള്ളവർക്ക് അറിവ് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് തുല്യമായ വിതരണത്തിലൂടെ എല്ലാവർക്കും ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന ഒരു സമൂഹമാണ് വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത്. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ വിജ്ഞാന ശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണം സമകാലിക ലോക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലോകത്ത് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ നമുക്കറിയാമല്ലോ: അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങള് വിജ്ഞാന സമ്പത്ത് ഏറെയും അവരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമ്പന്ന രാജ്യങ്ങൾ സാങ്കേതിക വിജ്ഞാന ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമുക്കറിയാം, ഈ നിർമ്മിത ബുദ്ധി, അതുപോലെ റോബോട്ടിക്സ്, ജിനോമിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ വിവിധ മേഖലകളിൽ നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉൽപാദനത്തിലും വിപണനത്തിലും ഗുണമേന്മയിലും ഒരുപോലെ മത്സരിച്ച് ആഗോള വിപണി കൈയടക്കി സമ്പന്ന രാജ്യങ്ങൾ ആധിപത്യം കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ നിരന്തരം വലിയ ഒരു മത്സരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദരിദ്ര രാജ്യങ്ങൾക്ക് വലിയ വില കൊടുത്ത് ഈ ടെക്നോളജി വാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുമുണ്ട്. ഇങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇത്തരം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. സാങ്കേതിക രംഗത്ത് നിലനിൽക്കുന്ന ഈ അസമത്വത്തെയാണ് ഡിജിറ്റൽ വിഭജനം എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ജീവിത നിലവാരവും സാക്ഷരതയും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള സംസ്ഥാനമാണ് കേരളം. വിജ്ഞാന സമൂഹമായി മാറുന്നതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ കേരളത്തിനുണ്ട്. സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ ലോകത്തെ മറ്റു രാജ്യങ്ങളോട് മത്സരിക്കാൻ നമുക്ക് ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് കഴിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെതായ വലിയൊരു സംഭാവനയുണ്ട്. കൃത്യമായ നിലപാട് ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിലും എന്നതുപോലെ ലോകത്തിന് തന്നെ മാതൃകയാവാൻ നമ്മുടെ നാടിന് കഴിയും എന്നാണ് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: കേരളം ഒരു
വൈജ്ഞാനിക സമൂഹമായി മാറുകയാണ്. അതിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ ഇനിയും എന്തെല്ലാം വിഭവങ്ങളാണ് നാം ഒരുക്കേണ്ടത്? വിവരശേഖരണം നടത്തി വൈജ്ഞാനിക മുന്നേറ്റത്തിനുള്ള വിവിധ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ആ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് വൈജ്ഞാനിക മുന്നേറ്റത്തിനുള്ള വിവിധ സാധ്യതകളാണ്. അപ്പൊ അതിനൊരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യമുണ്ട്. അറിവിന്റെ വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിക്കുന്നതിനുള്ള നൂതനമായ വഴികൾ കണ്ടെത്തുക, നിലവിലുള്ള വെല്ലുവിളികൾ ചർച്ച ചെയ്യുക, ഭാവിയിലേക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ പാനൽ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് പാനൽ അംഗങ്ങളെ നമ്മൾ നിശ്ചയിക്കണം. അറിവിന്റെ മേഖലകളിലെ പുരോഗതിയെക്കുറിച്ചും വൈജ്ഞാനിക സമൂഹമായി രൂപപ്പെടുന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളുകളായിരിക്കണം നമ്മുടെ പാനൽ അംഗങ്ങൾ. ഇതിനായിട്ട് നമുക്ക് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിന്റെ നവീകരണങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഒരാളുണ്ടായിരിക്കണം. ശാസ്ത്ര സാങ്കേതിക രംഗത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും ഗവേഷണങ്ങളെ കുറിച്ചും ഒക്കെ ഉൾക്കാഴ്ച നൽകാൻ കഴിയാവുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സാമൂഹിക മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഡിജിറ്റൽ സാക്ഷരതയെ കുറിച്ചും ഒക്കെ പറയാനും കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. വൈജ്ഞാനിക മേഖലയിലെ സർക്കാർ നയങ്ങളെ കുറിച്ചും ഭാവി പരിപാടികളെ കുറിച്ചും ഒക്കെ പറയാൻ ഒരാളുണ്ടായിരിക്കും. ഇങ്ങനെ ഉള്ള പാനൽ അംഗങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ ഒരു മോഡറേറ്റർ ഉണ്ടാവണം. ചർച്ചയെ നയിക്കാനും സമയക്രമം പാലിക്കാനും ഒക്കെ മോഡറേറ്റർ തീർച്ചയായും മുൻകൈ എടുക്കണം. ഇനി ഓരോ പാനൽ അംഗത്തിനും സംസാരിക്കാനുള്ള ഒരു സമയം കൊടുക്കണം. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ സമയം അവർക്ക് കൊടുക്കണം. തുടർന്ന് മോഡറേറ്റർക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങള് മോഡറേറ്റർ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഉപസംഹരിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഭാവിയിലേക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. ഇപ്രകാരമാണ് നമ്മൾ ഒരു പാനൽ ചർച്ചയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. അടുത്ത ചോദ്യം ഇപ്രകാരമാണ്: പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ. നമ്മൾ പഠിച്ചതാണ് അല്ലെ, വള്ളത്തോളിന്റെ. പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത്. CM മുരളീധരൻ. കവിയുടെ പ്രതീക്ഷയും ലേഖകന്റെ അഭിപ്രായങ്ങളും വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാമല്ലോ, മഹാകവി വള്ളത്തോൾ നമ്മുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞ എന്താണ്? ഭാഷയുടെ വികാസത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാഷ എല്ലാത്തരം പാണ്ഡിത്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിവുള്ളതായിരിക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അറിവിനു വേണ്ടി തന്റെ മുന്നിൽ വന്ന് അഭ്യർത്ഥിക്കുന്നവർക്ക് ആവശ്യത്തിന് കൊടുക്കാൻ കഴിയണം. വേണ്ടുവോളം വിജ്ഞാനം പകർന്നു നൽകാൻ നമ്മുടെ ഭാഷയ്ക്ക് കഴിയണം. മറ്റു ഭാഷകളിലേക്ക് പകർന്നു നൽകുന്നതിന് തക്ക വിധം അറിവ് സംഭരിക്കപ്പെട്ടാൽ മാത്രമേ ഭാഷ സമ്പന്നമായ ഒരു ഭാഷ എന്ന നിലവാരത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് വള്ളത്തോൾ പറഞ്ഞത്. അതേ ആശയം തന്നെയാണ് നമ്മുടെ ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഈ നൂതന കാലത്ത് നമ്മുടെ ഭാഷ എത്രത്തോളം വളരേണ്ടിയിരിക്കുന്നു, എങ്ങനെ വിജ്ഞാന ഭാഷയായി മാറേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. മെഡിക്കൽ മേഖലയിലെ പുതിയ സാങ്കേതിക വികാസങ്ങളും അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയിലെ വികാസം, ജീനോം ടെക്നോളജിയുടെ അറിവുകള്, നാനോ ടെക്നോളജി, റോബോട്ടിക്സ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരീക്ഷണങ്ങളും അതുപോലെ സോഫ്റ്റ്വെയർ രംഗത്തെ വികാസം, ഇതൊക്കെ വ്യത്യസ്തമായ മേഖലകളാണ്. ഇതിലൊക്കെ അനുദിനം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും അറിവുകളൊക്കെ വരേണ്ടതുണ്ട്. നമുക്ക് അതിൽ പങ്കാളിയാവേണ്ടതുണ്ട്. ഇതിനായിട്ട് നിലവിലുള്ള നമ്മുടെ ഭാഷയുടെ പദാവലിയോടൊപ്പം കൂടുതൽ സാങ്കേതിക പദാവലിയും കൂടെ ചേർത്ത് പുതിയ ഗ്രന്ഥങ്ങൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. വിവിധ ഭാഷയിലുള്ള ശാസ്ത്ര സാങ്കേതിക ഗ്രന്ഥങ്ങളുടെ വിവർത്തനം ഭാഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ മാതൃഭാഷയിൽ ഉൽപ്പാദിപ്പിച്ച അറിവുകളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വന്ന് നമ്മുടെ പുസ്തകങ്ങള് ഭാഷയിൽ നിന്ന് അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഭാഷ ഏറ്റവും മികച്ച രീതിയിൽ വിജ്ഞാന ഭാഷയായി മാറുന്നത്. അടുത്ത ചോദ്യം: വിജ്ഞാന ഭാഷയായി മാറുന്നത് വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത്. ആധുനിക വിവര സമൂഹം, ശക്തമായ സാമൂഹിക വീക്ഷണം. ഇവിടെ വിജ്ഞാനം, വൈജ്ഞാനികം 2 പദങ്ങൾക്ക് അടിവരയിട്ടിട്ടുണ്ട്. സമൂഹം, സാമൂഹികം ഈ പദങ്ങൾക്ക് അടിവരയിട്ടിട്ടുണ്ട്. അടിവരയിട്ട പദജോഡികൾ ശ്രദ്ധിച്ചല്ലോ. ഒരു പദത്തിൽ നിന്നാണ് മറ്റൊരു പദം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദം ഉണ്ടാകുന്ന പദജോഡികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിജ്ഞാനത്തിൽ നിന്ന് വൈജ്ഞാനികമുണ്ടായി, സമൂഹം എന്ന വാക്കിൽ നിന്ന് സാമൂഹികം എന്ന പദം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ ലോകം എന്നതിൽ നിന്ന് ലൗകികം എന്ന പദം ഉണ്ടാകുന്നു. ശാസ്ത്രം എന്ന പദത്തിൽ നിന്ന് ശാസ്ത്രീയം എന്ന പദം ഉണ്ടാകുന്നു. ബുദ്ധി എന്നതിൽ നിന്ന് ബൗദ്ധികം എന്ന പദം ഉണ്ടാകുന്നു. ഇങ്ങനെ നിരവധി പദങ്ങൾ നമ്മുടെ ഭാഷയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതോടുകൂടി നമ്മുടെ ഈ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.